ഹലോ എവ്രിവൺ, ഇപ്പം നമ്മുടെ കീമിലെ 59ാമത്തെ റാങ്ക് വാങ്ങി ബ്രില്യൻറ്റിൻ്റെ സ്വന്തം ചുണക്കുട്ടൻ അഭയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അഭയിൽ ഇവിടെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസുകളെ പറ്റിയും ഫീലിങ്സിനെ പറ്റിയും നമുക്കൊന്ന് ചോദിച്ചറിയാം. ഹലോ അഭയ്, എന്ത് തോന്നുന്നു ഇപ്പോൾ? അഭിമാനം, സന്തോഷം. ഓക്കെ, നമ്മൾ ഇവിടെ ആദ്യമായിട്ട് വന്നപ്പോൾ ഒരു ഫീലിങ്സും ഇപ്പോൾ ഉള്ള ഫീലിങ്സും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ, ഇല്ലേ? അത്യാവശ്യം നല്ല ഡിഫറെൻ്റ്, ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ഫസ്റ്റ് വന്ന സമയത്ത് അത്യാവശ്യം ചെറിയ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു, എങ്ങനെ പോകും. ഇപ്പോൾ പിന്നെ കുഴപ്പമില്ല. റെസിഡൻഷ്യൽ ബാച്ച് ആയിരുന്നോ? ആ, അതെ, റെസിഡൻഷ്യൽ ബാച്ച്. അപ്പോൾ എങ്ങനെയാ, സ്കൂളിലും +1 +2 പഠിക്കണം, ഇവിടത്തേതും പഠിക്കണം. ചില പിള്ളേർ പറയാം, നമുക്ക് കേൾക്കാം രണ്ടും കൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാണ് എന്നൊക്കെ. അങ്ങനെ വല്ല ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഏകദേശം എൻട്രൻസിന് തന്നെ അത് നോക്കിയാൽ മറ്റേ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഒക്കെ ഏകദേശം സെറ്റായി. ബാക്കി കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇവിടുത്തെ ഫാക്കൽറ്റീസ് ഒക്കെ എങ്ങനെയുണ്ട്? ഫേവറേറ്റ് ഫാക്കൽറ്റീസ് അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? മാത്സിൽ മനു സാർ, പിന്നെ ഫാക്കൽറ്റീസൊക്കെ അടിപൊളിയായി, ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. എല്ലാവരും ഭയങ്കര സപ്പോർട്ടൊക്കെ ആയിരുന്നു. എപ്പോഴെങ്കിലൊക്കെ ബാക്ക് ഓഫ് ചെയ്യണം, വലിയ പാടാണ്, അങ്ങനെ എപ്പോഴെങ്കിലൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനെയൊന്നും. ആരായിരുന്നു മോട്ടിവേഷൻ? പേരൻസ് ആണോ, ടീച്ചേഴ്സ് ആണോ, ആരൊക്കെയാണ് മോട്ടിവേഷൻ തന്നിരുന്നത്? പാരൻസിനായിരുന്നു മോട്ടിവേഷനൊക്കെ. പിന്നെ ടീച്ചേഴ്സ് ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ ക്ലാസ് ടീച്ചർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. നമ്മുടെ ഇവിടുത്തെ ഫെസിലിറ്റീസിനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ ലേണിംഗ് ആപ്പ് ഉണ്ട്, ലൈബ്രറി, ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? കുറേയൊക്കെ. ടാബ് ലാസ്റ്റ് ആയപ്പോഴാണ് കുറച്ച് കിട്ടിയത്. അപ്പോൾ പിന്നെ അത്യാവശ്യം ഏകദേശം നല്ല യൂസ് ചെയ്തിട്ടുണ്ട്. മോക്ക് ടെസ്റ്റുകളും മോഡൽ എക്സാംസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അത് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? മോഡൽ എക്സാം ചെയ്ത് പ്രീവിയസ് ഇയർ ചെയ്താണ് നല്ല ഹെൽപ്ഫുള്ളായത്. പിന്നെ PYQ കുറേ ചെയ്തിട്ടുണ്ട്, അതാണ് ഹെൽപ്ഫുള്ളായത്. അപ്പോൾ ഇവിടെ പേരൻസിന് മകൻ ഇവിടെ ഇത്രയും വലിയൊരു വിജയം നേടി നിങ്ങളുടെ മുന്നിൽ നിൽക്കുവാണ്, എന്ത് ഫീലിങ്സ് ആണ് തോന്നുന്നത്? സന്തോഷം തോന്നുന്നു, അതേപോലെ അഭിമാനമുണ്ട്. കാരണം അവൻ്റെ പ്രയത്നം പരമാവധി അവൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, അതിനനുസരിച്ചുള്ള റാങ്ക് അവന് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ് ആള് വീട്ടിൽ പുറകിൽ പഠിക്കുമെന്ന് പറഞ്ഞ് നടക്കണോ, അതോ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് പഠിച്ചോളോ? ഇല്ല, അവന് നല്ല ഹാർഡ് വർക്കാണ്, നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട്. അവന് ചെറുപ്പം മുതലേ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കും. നമ്മളങ്ങനെ പുറകെ നടന്ന് പഠിപ്പിക്കൊന്നും വേണ്ട. അതന്നെ ഇവൻ്റെ ഒരു ഹാർഡ് വർക്കിൻ്റെ ഫലമാണത്. പിന്നെ അജിൻ സാറെ പറ്റി നമ്മൾ മെൻറ്റർ ഞങ്ങളിങ്ങനെ വിട്ടുന്നല്ലാതെ ഉള്ളു നോക്കുന്ന കാര്യങ്ങളൊക്കെ അജിൻ സാർ തന്നെയാണ്. അധികവും നമ്മൾ വിളിക്കുക, ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഓരോന്നും നമുക്കൊരു സമാധാനമാണ് അങ്ങനെ വിളിച്ചു നോക്കുമ്പോൾ തന്നെ. അപ്പോൾ ജെയ്ക്കാണെങ്കിൽ 99.93 കിട്ടിയിട്ടുണ്ട്. പിന്നെ അഡ്വാൻസിലാണ് കുറച്ച് പുറകോട്ട് പോയത്. 7000 പുറകെന്ന് പറഞ്ഞുകൂടാ, 7000 വന്നിട്ടുണ്ട്, 7700 വന്നിട്ടുണ്ട്. പിന്നെ കീമിൽ 59 വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു റാങ്ക് തന്നെ ആൾ കരസ്ഥമാക്കിയത്. എങ്ങനെ ഇനി ഡ്രീമുകളൊക്കെ ഉണ്ടോ? ഒരു സയൻറ്റിസ്റ്റ് ആവണമെന്നോ അങ്ങനെ എന്തെങ്കിലും ലോങ് ടേം ഗോളുകളൊക്കെ ഉണ്ടോ? അങ്ങനെ ലോങ് ടേം ഗോളുകളൊന്നുമില്ല. ഇല്ലല്ലേ, ഇനി വേണമെങ്കിൽ ഗോൾ ഉണ്ടാവാം. ഓക്കെ, ഇപ്പോൾ എഞ്ചിനീയറിംഗിൽ ഏത് സ്ട്രീം സെലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? കമ്പ്യൂട്ടർ സയൻസ്. അതെന്താണ് കമ്പ്യൂട്ടർ സയൻസ് സ്പെഷ്യാലിറ്റി? കമ്പ്യൂട്ടറിന് താല്പര്യം, കമ്പ്യൂട്ടർ പഠിക്കാൻ കുറച്ചുകൂടി താല്പര്യം. ഓക്കെ, അപ്പം വിചാരിക്കുന്ന പോലെ നല്ലൊരു കോളേജിൽ ഉദ്ദേശിച്ച സ്ട്രീം തന്നെ കിട്ടാൻ പറ്റട്ടെ. ദെൻ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക.